ഹലോ ഗായ്സ്, റൈറ്റർ റിവ്യൂസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നേ ഒരു ഹോണ്ട ജാസ് നമ്മളൊരു കംപ്ലൈന്റ് നോക്കാൻ വേണ്ടി വന്ന നമ്മുടെ 360യുടെ ഒരു സൈഡിലെ ക്യാമറ ഇടിച്ച് പോയി. അപ്പൊ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. നമുക്ക് അതിന്റെ പരിപാടി ഇവായിട്ട് കയറാം. ഓക്കെ, കുറെ നാളായിട്ട് വീഡിയോ ഒന്നും ഇല്ലായിരുന്നു. ഇനിയെങ്കിലും മാക്സിമം വീഡിയോ ഒക്കെ ഇടാൻ നോക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. എന്തായാലും നോക്കാം, ശ്രമിക്കും. ഈ കിടക്കുന്ന ഹോണ്ടയുടെ ജാസ് ആണ് നമുക്ക് കംപ്ലൈന്റ് നോക്കാൻ വേണ്ടി വന്നത്. ഇതിനകത്ത് മെയിൻ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 360 ഒരു ക്യാമറ ഡാമേജ് ആയതുകൊണ്ട് തന്നെ സൈഡിലെ വിഷ്വലും കിട്ടത്തില്ല, ബാക്കി ഫുള്ള് ലാഗ് ആവും എന്നുള്ളതാണ് കംപ്ലൈന്റ്. ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളെ വിളിച്ചു വരുത്തിയത്. നമുക്കപ്പോൾ നൈസായിട്ട് പണിഞ്ഞു തുടങ്ങാം. ഈ സൈഡിൽ ഇരിക്കുന്ന പോലത്തെ ഒരു ക്യാമറ തന്നെ സെയിം നമുക്ക് അപ്പുറത്തെ സൈഡിലും സെറ്റ് ചെയ്യണം. ഈ വണ്ടിയിൽ ഇപ്പോൾ ഉള്ള മിറർ എന്ന് വെച്ചാൽ പുതിയത് മാറിയതായതുകൊണ്ട് തന്നെ ക്യാപ്പും കാര്യങ്ങളെല്ലാം മാറി പുത്തം സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് ഇത് കിട്ടിയിരിക്കുന്ന ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കേബിൾ എവിടെ വരെ എത്തിയിട്ടുണ്ടെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ ഈ ഡോർപാട് ഫുൾ അഴിച്ച് മാറ്റിയാലേ നമുക്ക് ഇത് കണ്ടെത്താൻ പറ്റത്തുള്ളൂ. ശരിക്കും നമ്മൾ ഈ ഡോർപാട് ഫുൾ അഴിക്കേണ്ട കാര്യമില്ലായിരുന്നു, പക്ഷേ നമുക്ക് ഈ മിറർ ഒന്ന് അഴിച്ച് താഴെ വെച്ചാലേ അതിൻ്റെ അകത്ത് കേബിൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. സോ അതിന് വേണ്ടിയാണ് ഞാൻ ഇത് അഴിക്കാൻ നോക്കുന്നത്. നമുക്ക് വേണ്ട ടൂളാണിത്. പിന്നെ അത് നമുക്ക് ആവശ്യമുള്ളതില്ലല്ലോ. എവിടെ പോയി? മിസ്സായി പോയി തോന്നി. ഇതിനകത്ത് നിങ്ങൾ വീണ് കാണും. അപ്പം നമ്മൾ മിററും കാര്യങ്ങളെല്ലാം അഴിച്ചെടുത്ത് ഈ കേബിളാണെങ്കിലും ഉള്ളി വന്നിട്ട് ഇനി നമുക്ക് ഈ ക്യാമറ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് നോക്കിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കിയിട്ട് വേണം നമ്മുടെ ആയുധം വെച്ചതിന് ഹോൾ അടിക്കുക. ഇപ്പം ഞാൻ എന്തായാലും ക്യാമറ ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും അകത്തൊന്ന് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം കൂടി നോക്കാം. സംഭവം എല്ലാം സെറ്റായിട്ടോ, കാരണം അത് വർക്ക് ചെയ്യാൻ തുടങ്ങി. ക്യാമറ സെറ്റായ സ്ഥിതിക്ക് നമുക്ക് ആ റെക്കോർഡിങ് ഓണായി. അപ്പോൾ സ്ഥിതിക്ക് ഇനി ക്യാമറ ജസ്റ്റ് ഹോൾ അടിച്ച് കയറ്റിയാൽ മതി. ഇനിയുള്ള മറുപടി നമ്മുടെ ആയുധം എടുത്ത് വെച്ച് അങ്ങോട്ട് വീശുക. ആയുധമേ എവിടെ എവിടെ ഇവനെ വെച്ച് നമുക്കൊരു ഹോൾ അടിച്ചുവിടാം. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ മിററും കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ക്യാമറ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ അഴിച്ചെടുത്ത് എല്ലാം തിരിച്ച് അതേപടി നമുക്ക് ഇനി ഫിറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇവിടുത്തെ പോകും. 4 ക്യാമറ സെറ്റ് ചെയ്ത് കാലിബ്രേഷൻ കൂടി കഴിഞ്ഞപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെ നമ്മുടെ ഇത് F80 സ്റ്റീരിയോ ആണ്. അതിനകത്ത് തന്നെ ജാസിൻ്റെ പടവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇന്നെന്തായാലും നമുക്ക് കംപ്ലൈൻറ്റ് നോക്കാൻ വേണ്ടി ഈ ഹോണ്ടയുടെ ജാസ് കിട്ടി. അടുത്ത ഏത് വണ്ടിയാണെന്ന് അറിയത്തില്ല. അടുത്ത ഏതെങ്കിലും വണ്ടിയൊക്കെ വരും. ഇഷ്ടംപോലെ വർക്ക് നമ്മൾ ചെയ്തു പോകല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണും. നമ്മുടെ പരിപാടിയില്ല അവസാനിച്ച് ടൂൾസ് എല്ലാം വാരിക്കിട്ട് നമുക്ക് വീട്ടിൽ പോയേക്കാം. ഓക്കെ.